ഹായ്, എല്ലാവർക്കും നമ്മുടെ സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. ആധുനിക ഇന്ത്യയുടെ പിറവി. അതായത് 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയല്ലോ. അതിനുശേഷം ഇന്ന് നമ്മൾ കാണുന്ന ഈ ഇന്ത്യ എങ്ങനെയാണ് ഉണ്ടായത്? അതിൻ്റെ ഒരു കഥയുണ്ട്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥ. നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നതെന്ന് നോക്കാം. ഒരു രാജ്യം പിറന്നപ്പോൾ നേരിട്ട പ്രതിസന്ധികൾ, പിന്നെ എങ്ങനെയാണ് അതിനെല്ലാം ഒന്നാക്കിയത്, അങ്ങനെ അവസാനം ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്തായിരുന്നു എന്നതുവരെ നമുക്ക് ഓരോന്നായിട്ട് വിശദമായിട്ട് തന്നെ നോക്കാം. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കിടക്കാം. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. നമ്മളെല്ലാവരും ആഘോഷിച്ചു. പക്ഷേ ആ സ്വാതന്ത്ര്യം പിറന്നു വീണത് ഒരുപാട് വലിയ പ്രശ്നങ്ങളുടെ നടുവിലേക്കായിരുന്നു. എന്തൊക്കെയായിരുന്നു ആ വെല്ലുവിളികൾ? സ്വാതന്ത്ര്യം കിട്ടിയ ആ നിമിഷം തന്നെ നമ്മുടെ പുതിയ ഗവൺമെന്റിന് മുന്നിൽ 3 വലിയ പ്രതിസന്ധികളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തത്, വിഭജനം കാരണം പാകിസ്ഥാനിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ത്യയിലേക്ക് വന്നു. അവരെയെല്ലാം പുനരധിവസിപ്പിക്കണം. രണ്ടാമത്തേത്, രാജ്യത്ത് പലയിടത്തും വർഗീയ ലഹളകൾ പൊട്ടിപ്പുറപ്പെട്ടു. അതൊക്കെ നിയന്ത്രിക്കണം. പിന്നെ വളരെ പെട്ടെന്നൊരു അതിർത്തി വരച്ചതുകൊണ്ട് ഒരുപാട് തർക്കങ്ങൾ. ഇതൊന്നും ഒരു ചെറിയ കാര്യമല്ലായിരുന്നു, അല്ലേ? ഈ പ്രശ്നങ്ങളൊക്കെ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ വേറൊരു വലിയ പസിൽ കൂടി സോൾവ് ചെയ്യാനുണ്ടായിരുന്നു. എന്താണെന്നല്ലേ? ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ സ്വന്തമായി ഭരിക്കുന്ന 100 കണക്കിന് നാട്ടുരാജ്യങ്ങൾ. അവരെയൊക്കെ എന്തു ചെയ്യും? എങ്ങനെ ഇന്ത്യയുടെ ഭാഗമാക്കും? അതായിരുന്നു അടുത്ത വലിയ ചോദ്യം. ആ പ്രശ്നത്തിന്റെ ഒരു വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഈ ഒരു സംഖ്യ നോക്കിയാൽ മതി. 565. അതെ, 565 നാട്ടുരാജ്യങ്ങൾ. ഒന്നോ രണ്ടോ അല്ല, ഓരോന്നിനും സ്വന്തമായി രാജാവുണ്ട്, സ്വന്തമായി നിയമങ്ങളുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് ഒരൊറ്റ ഇന്ത്യയാക്കുക എന്ന് പറയുന്നത് എത്ര വലിയൊരു ടാസ്ക് ആയിരിക്കും, അല്ലേ? അപ്പോ ഈ അസാധ്യമെന്ന് തോന്നുന്ന ദൗത്യത്തിന് നേതൃത്വം കൊടുത്തത് 2 പേരായിരുന്നു. ഒന്ന്, ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ. പിന്നെ അദ്ദേഹത്തിന്റെ വലം കൈയായി പ്രവർത്തിച്ച ഒരു മലയാളി, VP മേനോൻ. ഈ 2 പേരുകളും നമ്മൾ ഉറപ്പായും ഓർത്തുവെക്കണം. ഈ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയോട് ചേർക്കാൻ ഇവർ വളരെ ബുദ്ധിപരമായ ഒരു വഴിയാണ് കണ്ടുപിടിച്ചത്. പ്രധാനമായും 3 തരത്തിലുള്ള കരാറുകൾ അല്ലെങ്കിൽ എഗ്രിമെന്റുകൾ ഉപയോഗിച്ചാണ് അവർ ഈ ലക്ഷ്യം നേടിയെടുത്തത്. എന്നാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല കാര്യങ്ങൾ. എല്ലാ നാട്ടുരാജ്യങ്ങളും ഓക്കെ, ഞങ്ങൾ ഇന്ത്യയിൽ ചേരാം എന്ന് സന്തോഷത്തോടെ പറഞ്ഞില്ല. ചിലർ ബെങ്ങെ നിന്നു. അതിൽ തന്നെ 3 എണ്ണം വലിയ തലവേദനയായി. അവരെ ഇന്ത്യയുടെ ഭാഗമാക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടേണ്ടി വന്നു. ഏതൊക്കെയായിരുന്നു ആ 3 രാജ്യങ്ങളെന്ന് നമുക്ക് നോക്കാം. ഈ ടേബിൾ ഒന്ന് ശ്രദ്ധിച്ചേ. ഓരോ നാട്ടുരാജ്യത്തെയും ഇന്ത്യയിൽ ചേർത്തത് ഒരേപോലെയല്ല. ഹൈദരാബാദിൽ ഒരു സൈനിക നടപടി തന്നെ വേണ്ടിവന്നു. അതിന്റെ പേരാണ് ഓപ്പറേഷൻ പോളോ. ജൂണഗഡിലാകട്ടെ ജനങ്ങളോട് വോട്ട് ചെയ്യാൻ പറഞ്ഞു. അതാണ് ജനഹിത പരിശോധന. കശ്മീരാണെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു അധിനിവേശം വന്നപ്പോൾ ഇന്ത്യയുമായി ഒരു കരാറിൽ ഒപ്പുവെക്കുകയായിരുന്നു. അങ്ങനെ നാട്ടുരാജ്യങ്ങളെല്ലാം ഇന്ത്യയുടെ ഭാഗമായി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഇവയെല്ലാം ഭരണ സൗകര്യത്തിനു വേണ്ടി പുതിയ സംസ്ഥാനങ്ങളായിട്ട് മാറ്റണം. നമ്മൾ ഇന്ന് കാണുന്ന പോലെയുള്ള ഇന്ത്യയുടെ ഒരു പുതിയ മാപ്പ് വരയ്ക്കണം. അതെങ്ങനെയാണ് ചെയ്തത് എന്ന് നോക്കാം. അക്കാലത്ത് രാജ്യത്ത് പലയിടത്തും ശക്തമായൊരു ആവശ്യം ഉയർന്നുവന്നു. ഒരേ ഭാഷ സംസാരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരു സംസ്ഥാനം വേണം. ഈ ആവശ്യം വലിയ പ്രക്ഷോഭങ്ങൾക്ക് വഴിവെച്ചു. പ്രത്യേകിച്ച് തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടി ആന്ധ്ര എന്നൊരു സംസ്ഥാനം വേണം എന്ന ആവശ്യം. അതിനുവേണ്ടി പോറ്റി ശ്രീരാമുലു എന്നൊരാൾ നിരാഹാരം കിടന്ന് മരിക്കുക വരെ ചെയ്തു. അതോടെ ഈ വിഷയം വളരെ ഗൗരവമുള്ളതായി. അങ്ങനെ ഈ പ്രതിഷേധങ്ങളൊക്കെ ശക്തമായപ്പോൾ ഗവൺമെന്റിന് ഇതിലൊരു തീരുമാനമെടുക്കേണ്ടി വന്നു. അങ്ങനെയാണ് ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ ഉണ്ടാക്കുന്നതിനെപ്പറ്റി പഠിക്കാനായി 1953 ഫസൽ അലി കമ്മീഷനെ നിയമിക്കുന്നത്. ഈ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസാക്കി. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കേരള സംസ്ഥാനം ഉണ്ടായതും ഇതേ നിയമം അനുസരിച്ചാണ്, 1956 നവംബർ 1. അപ്പോ ഈ നിയമം വന്നതോടെ ഇന്ത്യയുടെ മാപ്പ് മൊത്തത്തിൽ മാറി. ഒരുപാട് നാട്ടുരാജ്യങ്ങളും പ്രവിശ്യകളുമൊക്കെ ഉണ്ടായിരുന്ന പഴയ മാപ്പിന് പകരം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമുള്ള ഒരു പുതിയ ഇന്ത്യ രൂപം കൊണ്ടു. ശരി, അപ്പോ രാഷ്ട്രീയമായിട്ട് രാജ്യത്തെ ഒന്നിപ്പിച്ചു, സംസ്ഥാനങ്ങളുണ്ടാക്കി. ഇനി എന്താണ് വേണ്ടത്? സാമ്പത്തികമായിട്ടും രാജ്യം മുന്നോട്ടു പോകണ്ടേ? രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം, അവർക്ക് ജോലി കൊടുക്കണം. ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ പാകിയത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായി ഇന്ത്യ ഒരു പുതിയ വഴിയാണ് തിരഞ്ഞെടുത്തത്. അതിനെയാണ് നമ്മൾ മിശ്ര സമ്പദ്വ്യവസ്ഥ അല്ലെങ്കിൽ മിക്സഡ് എക്കോണമി എന്ന് പറയുന്നത്. സിമ്പിളായി പറഞ്ഞാൽ, ഗവൺമെന്റിന്റെ കമ്പനികളും ഉണ്ടാകും, പ്രൈവറ്റ് ആളുകളുടെ കമ്പനികളും ഉണ്ടാകും. രണ്ടിനും ഒരുപോലെ പ്രാധാന്യം കൊടുത്തു.
കാർഷിക രംഗത്തെ 2 വലിയ വിപ്ലവങ്ങൾ തന്നെ നടന്നു. ഒന്ന് ഹരിത വിപ്ലവം. ഡോക്ടർ MS സ്വാമിനാഥന്റെ നേതൃത്വത്തിൽ നടന്ന ആ വിപ്ലവമാണ് ഇന്ത്യയെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തമാക്കിയത്. അതുപോലെ ഡോക്ടർ വർഗീസ് കുര്യൻ നേതൃത്വം നൽകിയ ധവള വിപ്ലവം അല്ലെങ്കിൽ വൈറ്റ് റവല്യൂഷൻ ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ പാൽ ഉൽപ്പാദക രാജ്യമാക്കി മാറ്റി. ഓക്കെ, അപ്പോൾ രാജ്യത്തിന്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു വഴിക്കായി. ഇനി ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഇന്ത്യ എങ്ങനെ ആയിരിക്കണം, നമ്മുടെ വിദേശ നയം എന്തായിരിക്കണം, ഇതും തീരുമാനിക്കേണ്ടതുണ്ടായിരുന്നു. അന്ന് 2ാം ലോകമഹായുദ്ധം കഴിഞ്ഞ സമയം ലോകം 2 വലിയ ഗ്രൂപ്പുകളായി തിരിഞ്ഞിരിക്കുകയാണ്. അമേരിക്കയുടെ ഒരു ഭാഗം, സോവിയറ്റ് യൂണിയന്റെ മറുഭാഗം. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഒരു തീരുമാനമെടുത്തു. നമ്മൾ ഈ 2 ഗ്രൂപ്പിലും ചേരണ്ട, നമുക്ക് സ്വന്തമായിട്ടൊരു നിലപാട് മതി. ഇതിനെയാണ് നമ്മൾ ചേരിചേരാ നയം എന്ന് വിളിക്കുന്നത്. ഈ ചേരിചേരാ നയത്തിന് 2 പ്രധാനപ്പെട്ട തൂണുകളുണ്ടായിരുന്നു. ഒന്ന് പഞ്ചശീല തത്വങ്ങൾ, അതായത് ചൈനയെപ്പോലെയുള്ള നമ്മുടെ അയൽക്കാരുമായി സമാധാനത്തോടെ ജീവിക്കുക എന്നുള്ള 5 തത്വങ്ങൾ. രണ്ടാമത്തേത് ചേരിചേരാ പ്രസ്ഥാനം, ഈ 2 വലിയ ഗ്രൂപ്പുകളിലും പെടാത്ത രാജ്യങ്ങളെ ഒന്നിപ്പിച്ച് ഒരു 3ാം ചേരി ഉണ്ടാക്കുക. അപ്പോ ഈ പാഠത്തിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? 565 നാട്ടുരാജ്യങ്ങളായി ചിതറിക്കിടന്ന ഒരിടത്തുനിന്ന് ഇന്ന് നമ്മൾ കാണുന്ന ഈ ആധുനിക ഇന്ത്യയിലേക്കുള്ള യാത്ര. ആ ആദ്യത്തെ കുറച്ചു വർഷങ്ങളിൽ നമ്മുടെ നേതാക്കളെടുത്ത തീരുമാനങ്ങൾ, അതാണ് ഇന്നത്തെ ഇന്ത്യയുടെ അടിത്തറ. നാട്ടുരാജ്യങ്ങളെ ഒന്നിപ്പിച്ചത്, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുണ്ടാക്കിയത്, നമ്മുടെ സാമ്പത്തിക, വിദേശ നയങ്ങൾ, ഇതെല്ലാം ഇന്നും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്, അല്ലേ? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്നത്തെ ഇന്ത്യയെ മനസ്സിലാക്കാൻ ഈ ചരിത്രം അറിഞ്ഞേ പറ്റൂ.